നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടുകാർ, നമ്മുടെ അച്ഛൻ, അമ്മ, പപ്പ, മമ്മി, അതുപോലുള്ള അടുത്തുള്ള ആൾക്കാർ, നമ്മുടെ ബന്ധുക്കളൊക്കെ പറയുന്നൊരു കാര്യമാണ് 10ാം ക്ലാസ്സാണ് ലൈഫിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ്. നീ അവിടുന്ന് ഇപ്പം നല്ലപോലെ പഠിച്ചു കഴിഞ്ഞാൽ നിനക്ക് നല്ല സ്കൂളിൽ അഡ്മിഷൻ കിട്ടും, +1 +2. അങ്ങനെ നമ്മൾ നല്ലപോലെ പഠിച്ച് +1 +2 അഡ്മിഷൻ കിട്ടിയെന്നായിരിക്കും. അത് കഴിഞ്ഞിട്ട് അടുത്ത് കേൾക്കുന്നതെന്ന് പറയുന്നത് ഇതാണ് നിൻ്റെ ലൈഫിലെ ഏറ്റവും മെയിൻ ടേണിംഗ് പോയിന്റ്. നീ ഇവിടുന്ന് എങ്ങനെ പഠിക്കുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിൻ്റെ ഗ്രാജുവേഷൻ, നിൻ്റെ അക്കാദമിക് ഇയർ. അതായത് ഇനിയിപ്പോൾ അടുത്തുള്ള കോളേജുകളിൽ അഡ്മിഷൻ കിട്ടുന്നത് ഈ മാർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇതാണ് നിൻ്റെ മേജർ ലൈഫിലെ ടേണിംഗ് പോയിന്റ്. അപ്പോൾ മേ ബി നമ്മളത് നല്ലപോലെ പഠിച്ചോ അല്ലെ പഠിക്കാതെ എങ്ങനെയെങ്കിലും പാസ്സായിട്ട് ആക്ച്വലി നമ്മൾ അടുത്തതിലേക്ക് പോകും, അതായത് കോളേജ് ലൈഫ്. അവിടെ ചെല്ലുമ്പോൾ അവിടെയാണ് അടുത്ത കോമ്പറ്റീഷൻ. അവർ പറയുന്നത് ഇതാണ് നീ ജോലിക്ക് വേണ്ടി പഠിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ എത്ര നീ നല്ലപോലെ പഠിക്കുന്നു, ഇതാണ് നിൻ്റെ ലൈഫിലെ ടേണിംഗ് പോയിന്റ്. അപ്പോൾ നല്ലപോലെ പഠിച്ചാൽ നിനക്ക് നല്ല ജോലി കിട്ടും. അങ്ങനെ അവിടെ നമ്മൾ നല്ലപോലെ പെർഫോം ചെയ്യും, നമുക്ക് ജോലി കിട്ടും. അങ്ങനെ ജോലിയിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെ അടുത്തെന്ന് പറഞ്ഞാൽ ഇന്ന് നല്ലപോലെ പെർഫോം ചെയ്ത് നിനക്ക് അടുത്ത സ്ഥാനത്തിലേക്ക് ഉയർച്ച കിട്ടും. അങ്ങനെ ഒരു സൈക്കിള് പോലെ ഇത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരിക്കലും തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ 9 to 5 ജോബോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലൂപ്പിൽ കണ്ടിന്യൂ ചെയ്യുന്നത് വെറും പൊട്ടത്തരമാണ്, യു നീഡ് ടു ഗെറ്റ് ഔട്ട് ഫ്രം ദ മെട്രിക്സ്, അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത്. അങ്ങനെ പറയുന്നവരാണ് പൊട്ടന്മാരെന്ന് ഞാൻ പറയത്തുള്ളൂ. കാര്യം അങ്ങനെയല്ല അതിനെപ്പറ്റി പറയേണ്ടത്, അല്ല അതിനെപ്പറ്റി അപ്രോച്ച് ചെയ്യേണ്ടത് അങ്ങനെയല്ല. ഞാൻ എന്തുകൊണ്ട് അത് ഇവിടെ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എല്ലാവരും ഈ ഒരു മെട്രിക്സ് എന്ന് വിളിക്കുന്ന ഒരു സാധനത്തെ മെട്രിക്സ് ആണെന്നാണ് പലരും പറയുന്നത്. ഈ പറയുന്ന ആൾക്കാർ അച്ഛനും അമ്മയും എല്ലാവരും അവരെ വളർത്തിയത് ഈ ഒരു സെയിം സിറ്റുവേഷനിൽ കൂടെയാണ്, അല്ലെങ്കിൽ ഈ ഒരു സെയിം കറണ്ട് ലൂപ്പിൽ കൂടെ തന്നെയാണ്. അപ്പോൾ അതിനെ ഒരിക്കലും ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നത് വെറും മണ്ടത്തരമാണ്. അതിനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാരെയാണ് ഡിസ്റെസ്പെക്റ്റ് ചെയ്യേണ്ടതാണ് എൻ്റെ അഭിപ്രായം. ഒരിക്കലും ഒന്നിനെ ഡിസ്റെസ്പെക്റ്റ് അല്ല വേണ്ടത്. ആക്ച്വലി ഇവിടെ എന്താണെന്ന് മനസ്സിലാക്കുക, എന്താണ് സിസ്റ്റം, അതെന്താണ് ആക്ച്വലി അതിലെ പോരായ്മ എന്താണ്, അല്ലെ ഒരു ട്രേഡർ ആകാനായിട്ട് ചിന്തിക്കുന്ന ഒരാൾ എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ചില ആൾക്കാർ +1 +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ ഒരു പട്ടി എൻ്റെ പുറകിലുണ്ട്, എനിക്ക് അതിനെ പേടിയാണ്. ഓക്കെ, +1 +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ ട്രേഡിങ്ങിലേക്ക് വന്നാലോ അല്ലെ ട്രേഡിങ് ഒരു കരിയറായിട്ട് ചൂസ് ചെയ്താലോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഗ്രൂപ്പിലും ഒരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്ന വർഷങ്ങളാണ് ഈ പറഞ്ഞ ഒരു 20 വയസ്സ് മുതൽ അല്ലെ പോട്ടെ ഒരു ഏർലി 18 വയസ്സ് മുതൽ ഒരു 30 വയസ്സ് വരെ അല്ലെങ്കിൽ 32 വയസ്സ് വരെ എന്ന് പറയുന്ന ഒരു ടൈമാണ് ആക്ച്വലി നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ലൈഫിൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന വർഷങ്ങൾ. അപ്പം ഇവിടെയാണ് നമ്മുടെ അക്കാദമിക്കും അതേപോലെ തന്നെ നമ്മുടെ കല്യാണവും നമ്മുടെ റിലേഷൻഷിപ്പ്, നമ്മുടെ വീട് വെക്കുന്ന ഒരു വണ്ടി മേടിക്കുന്ന എല്ലാം ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യമാണ്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് കാറ്റഗറൈസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ +1 +2 കഴിഞ്ഞിട്ട് ഉടനെ ട്രേഡിങ്ങിലേക്ക് വരാൻ ചിന്തിക്കുന്ന ആൾക്കാരെ പറ്റി നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. ഒരിക്കലും ഞാനത് നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യുകയോ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരെ ലൈക്ക് ഡിസ്റെസ്പെക്റ്റ് ചെയ്തിട്ടോ അല്ല ഞാൻ പറയുന്നത്. ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു സ്ലോ പ്രോസസ്സാണ്. അതിനെ ആക്ച്വലി ആൾക്കാർ അർജൻറ്റ് ആക്കുന്നതാണ്. ഇപ്പം നമ്മൾ അതിലാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം അങ്ങനത്തെ ഒരു അഡ്വർടൈസ്മെൻറ്റാണ് ഇപ്പോൾ ഉള്ള കോഴ്സ് സെല്ലേഴ്സും മറ്റുള്ള ആൾക്കാരും പടച്ചു വിടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ മാനിപ്പുലേറ്റ് ആവുന്നതിൽ തെറ്റ് പറയാനൊന്നുമില്ല. ട്രേഡിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ ആ ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഓരോ ആൾക്കാർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ചിലർക്കത് വർഷങ്ങളെടുക്കാം, ചിലർക്ക് മാസങ്ങളെടുക്കാം. അപ്പം അതിനെ ട്രസ്റ്റ് ചെയ്യുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രേഡിംഗ് ഒരു പാർട്ട് ടൈം പോലെ മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ പറ്റും. പഠിക്കുന്നത്, അതായത് നിങ്ങൾ ആഴ്ചയിൽ ഒരു അരമണിക്കൂർ വെച്ച് കൺസിസ്റ്റൻ്റ് ആയിട്ട് ആഴ്ചയിൽ ഒരു 4 ദിവസം നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ആ ഒരു ചേഞ്ച് നിങ്ങൾ പ്രിലോങ് ഇരിക്കുന്നതിനേക്കാളും വലിയ ഡിഫറൻ്റ് ആയിരിക്കും. കാര്യം അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. ഇതാണ് ആക്ച്വലി ആർക്കും ഇല്ലാത്തത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ +1 +2 കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ജോലിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് അത് ഇഷ്ടമുള്ള എന്തെങ്കിലും കോഴ്സ് ആയിരിക്കാം, എന്തായിരിക്കാം, അത് പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വേണം നിങ്ങൾ ഈ ട്രേഡിംഗ് എന്ന് പറയുന്ന സ്കില്ലും കൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണത്. ഇനി ഈ +1 +2 കഴിഞ്ഞ് ഡിഗ്രിയിൽ നിൽക്കുന്ന ആൾക്കാർ, അവിടെ നമ്മൾ പല രീതിയിൽ ആൾക്കാരെ കാണാം. അതായത് ഡിഗ്രി ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് വരുന്നവർ, അല്ലെങ്കിൽ ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ PG എന്തെങ്കിലും UGയോ എന്ത് കോഴ്സ് കഴിഞ്ഞിട്ടായാലും ജസ്റ്റ് മാർക്കറ്റിലേക്ക് വരാം. ഇനിയും കുറേ പഠിച്ച കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്യാണ്ട് ഇനി മാർക്കറ്റിലേക്ക് ഇറങ്ങി മാർക്കറ്റിൽ നമ്മൾ കുത്തിയിരുന്ന് സമയം കളഞ്ഞ് സെറ്റപ്പ് ബിൽഡ് ചെയ്ത് ട്രേഡ് എടുക്കാം എന്നുള്ളൊരു രീതിയിലേക്ക് ചിന്തിക്കുന്ന ആൾക്കാർ. ഇത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുള്ള ഡിഗ്രി ബേസ് നിങ്ങൾ ജോലി സീക്കണം, നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, നിങ്ങൾ ജോലിക്ക് കയറണം. ഇതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഇനി അടുത്ത ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ജോലി ചെയ്യുന്ന ആൾക്കാർ. ഈ ജോലി ചെയ്യുന്ന ആൾക്കാരെ പറ്റി പറയുകയാണെങ്കിൽ
ഇവർക്കാണ് ഏറ്റവും കൂടുതൽ ടെംപ്റ്റേഷൻ. അതായത് കാര്യം നമ്മൾ ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്തതെന്ന് പറയുന്നത് ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആ ജോലിയിൽ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമ്മൾ ഒബ്വിയസ്ലി ഈ പറയുന്ന ഔട്ട്സൈഡ് കേൾക്കുന്ന ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് ട്രേഡിങ്ങിൻ്റെ ബ്യൂട്ടി മാത്രം കണ്ടുകൊണ്ട് ട്രേഡിങ്ങിലേക്ക് വരുന്ന ആൾക്കാരെ കുറേ പേരെയും കണ്ടിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് അറിയുകയും ചെയ്യും. അപ്പോൾ അവിടെ എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റും ട്രേഡിങ് ഒരു ഫുൾ ടൈം കരിയറായിട്ട് നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അതിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രോപ്പർ സെറ്റപ്പ് ഉണ്ടോ നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് എത്രത്തോളം ദിവസം നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നിങ്ങൾ ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്യുക. ഇതിനേക്കാളെല്ലാം ഉപരി നിങ്ങളൊരു ജോലി ചെയ്യുന്ന ഒരാൾക്കാരാണ്. ഞാൻ ഈ പറഞ്ഞത് കുറച്ചുകൂടെ ഒരു മെച്യൂർ ലെവലാണ്. അതായത് ഒരു 25-30 വയസ്സിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ, ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് കൂടുതൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. കാര്യം ഈ ഒരു ഏജിലാണ് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ നടക്കുന്നത്. കാര്യം നിങ്ങളുടെ മാരേജ് നടക്കുന്ന ഈ ഒരു സമയത്തായിരിക്കാം, നിങ്ങൾക്കൊരു നല്ലൊരു വണ്ടി എടുക്കുന്ന ഈ സമയത്തായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട് പണിയുന്ന ഒരു സമയത്തായിരിക്കാം, അല്ലെങ്കിൽ മെജോറിറ്റി എല്ലാവരുടെയും നമ്മുടെയൊക്കെ ഒരു ഏജ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ പേരൻസിന് ഏറ്റവും കൂടുതൽ വയസ്സാവുന്ന സമയം എന്ന് പറയുന്നത് ഈ നമ്മൾ 25-30 ആ വയസ്സിൽ കൂടെ ഒക്കെ കയറുമ്പോഴാണ് നമുക്ക് റെസ്പോൺസിബിലിറ്റി നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു സമയം ആ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ എത്രത്തോളം ക്ലിയറായിട്ട് ഹാൻഡിൽ ചെയ്യുന്നു എന്നാണ് കാര്യം. അപ്പോൾ ഇത്രയും ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ മുന്നിലുള്ള സമയത്ത് നിങ്ങൾ ട്രേഡിങ്ങിലേക്ക് ഫുൾ ടൈമായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഡാം ഷുവർ നിങ്ങൾ ഇതിനകത്തൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. മേ ബി ചിലപ്പം 1-2 പേ ഔട്ടോ അല്ലെങ്കിൽ 1-2 വിഡ്രോയിലോ അല്ല ഞാൻ ഈ പറയുന്നത്, കരിയറിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇല്ലയെന്ന് പറഞ്ഞാൽ ജസ്റ്റ് പോകല്ലേ ചെയ്യുന്നത്, ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കറക്റ്റായിട്ടുള്ളൊരു റൂട്ട് മാപ്പ് ബിൽഡ് ചെയ്യുക. എന്നിട്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബാക്കപ്പ് ഫണ്ടാണ്. ബാക്കപ്പ് എമൗണ്ട് നിങ്ങൾക്ക് എന്തായാലും വേണം. ഇപ്പോൾ നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, അത് നിങ്ങൾ ക്വിറ്റ് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ മേക്ക് ഷുവർ നിങ്ങൾക്കൊരു സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടായിരുന്നു, നിങ്ങളത് ക്വിറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സോഴ്സ് ഓഫ് ഇൻകം അവിടെ വെച്ച് കട്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബില്ല് പേയ്മെൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനം മേടിക്കാനോ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ട്രേഡിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ട്രേഡിങ് ഈസ് നോട്ട് ഗ്യാരണ്ടീഡ് ഇൻകം, അതാണ് ഞാൻ പറയുന്നത്. ട്രേഡിങ്ങിൽ ഒരു ഗ്യാരണ്ടീഡ് ഇൻകം അല്ല എല്ലാ മാസവും. നമുക്കിപ്പം നാളെ എന്താണ് മാർക്കറ്റ് തരാൻ പോകുന്നത് അല്ലെങ്കിൽ അടുത്ത മാസം എന്താണ് മാർക്കറ്റ് തരാൻ പോകുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് ഒരു സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം ഉള്ളത് എപ്പോഴും 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 ബെറ്ററാണ്, അതിന് എത്ര നാൾ കഴിഞ്ഞ് കഴിഞ്ഞാലും. രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യം, ഇനിയിപ്പം നിങ്ങൾക്ക് ഫുൾ ടൈമായിട്ട് ട്രേഡിങ്ങിൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ, നിങ്ങൾക്കൊരു ജോബുള്ള ഇൻഡിവിജ്വലാണെങ്കിൽ നിങ്ങൾ ആദ്യമേ എന്താ വെച്ചാൽ ജോലി ചെയ്ത് സാലറി കിട്ടുമ്പോൾ കുറച്ചേറെ ഫണ്ട് നിങ്ങൾ ബാക്കപ്പായിട്ട് കീപ്പ് ചെയ്യുക. ആ ബാക്കപ്പ് ഫണ്ട് കീപ്പ് ചെയ്തിട്ട് നിങ്ങൾ ട്രേഡിങ്ങിലേക്ക് ഫോക്കസ് ചെയ്യണം. അപ്പോൾ കൂടുതൽ സമയവും നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ പ്രോഫിറ്റബിൾ അല്ല എങ്കിൽ പോലും, തുടക്കകാലത്തൊന്നും ആരും പെട്ടെന്ന് പ്രോഫിറ്റബിൾ ആകാൻ പോകുന്നില്ല, അതാണ് യഥാർത്ഥ കാര്യം. അപ്പോൾ അല്ല എങ്കിൽ പോലും നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ഒരു ജേണി ക്വിറ്റ് ചെയ്ത് പിന്നീട് ബാക്ക് ടു ജോലിയിലേക്ക് പോകുക എന്നുള്ളൊരു അർജൻസി നിങ്ങൾക്ക് അവിടെ കുറയും. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഇതാണ്, അതായത് നിങ്ങൾക്കൊരു ബാക്കപ്പ് ഫണ്ട് നിങ്ങൾ ബിൽഡ് ചെയ്യാം. പിന്നെ നിങ്ങളൊരു 1 to 2 months 2 to 3 months ഒക്കെ ചെയ്യുമ്പോഴത്തേന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഫുൾ ടൈമായിട്ട് ഇരിക്കേണ്ട ആവശ്യമുണ്ടോ. ആക്ച്വലി ബാക്കിയുള്ള സമയങ്ങളെല്ലാം വെറുതെ ഇരിക്കുകയല്ലേ, അപ്പോൾ ആ സമയമെല്ലാം നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്തുകൂടെ എന്നുള്ള ചിന്താഗതിയിലേക്ക് എത്തും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ബാക്ക് ടു നിങ്ങളുടെ ജോലിയിലേക്ക് പോകാം. അപ്പോൾ അതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യം. ഇനി ഇത് പറഞ്ഞ് അവിടെ നിർത്തിയതിന് ശേഷം ഇനി പഠിക്കുന്ന പിള്ളേരെ പറ്റി ഞാൻ പറയാം. നിങ്ങൾ പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ നിങ്ങൾക്ക് ട്രേഡിങ് അതിൻ്റെ സൈഡിൽ കൂടെ മനസ്സിലാക്കി മുമ്പോട്ട് പോകും. അതൊരിക്കലും നിങ്ങളുടെ അക്കാദമിക്കിനെ ബാധിക്കത്തില്ല. കാര്യം ഇത് രണ്ട് കോൺസെപ്റ്റാണ്. അല്ലെങ്കിൽ ട്രേഡിങ് പഠിച്ചതുകൊണ്ട് വരാം. ഇപ്പോൾ ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന ഏതെങ്കിലും പേരൻസ് ആണെങ്കിൽ ഞാൻ പറയാണ്, നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സ്കില്ല്, ഒരു മണി മേക്കിംഗ് സ്കില്ല് എന്ന് പറയുന്നത് ട്രേഡിങ് തന്നെയാണ്. അതിലൊരു ഡൗട്ടും ഇല്ല. മറ്റുള്ള കാര്യങ്ങളും ഉണ്ട്, പക്ഷേ അവരതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളൊരു ക്ലിയർ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഒരിക്കലും ഒരു 1 month 2 month അല്ലെങ്കിൽ ഒരു കോഴ്സ് എടുത്തെന്ന് പറഞ്ഞിട്ടോ ഒരാളൊരു പ്രോഫിറ്റബിൾ ആകാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അതിനകത്ത് ഇടേണ്ട വർക്ക് ഇടണം. ക്ലിയർ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഇതിനകത്തൊരു ക്ലിയർ ആയിട്ടൊരു സെറ്റപ്പ് ബിൽഡ് ചെയ്യണം. അതിനകത്തൊരു റിസ്ക് മാനേജ്മെൻറ്റ് വേണം. എല്ലാത്തിനേക്കാളുപരി ഇതെല്ലാം ഫോളോ അപ്പ് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യണം. അപ്പം അതിനെല്ലാം ബീറ്റ് ചെയ്ത് വരുമ്പോഴത്തേനും ഏറ്റവും കുറഞ്ഞത്, ഞാൻ ഒരിക്കലും ഗ്യാരണ്ടീഡ് ആയിട്ട് പറയല്ല, ഈ ഒരു ഞാൻ പറയുന്ന ഈ കണക്ക് യൂണിവേഴ്സൽ ഫോർമുല അല്ല, ഓരോ ആൾക്കാർക്ക് ഡിഫറെൻ്റ് ആണ്. എന്നാലും ഒരു 1 to 2 years എങ്കിലും റിയലൈസ് ചെയ്യാൻ തന്നെ ആവശ്യം വരും. അപ്പോൾ ആ ഒരു 2 years നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു ബെറ്റർ കാര്യങ്ങളോട് അച്ചീവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ സമയം കൂടെ നിങ്ങൾക്ക് കോപ്പറേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ആ സമയത്തെ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അക്കാദമിക്കോ നിങ്ങളുടെ സ്റ്റഡീസിനെ ഫോക്കസ് ചെയ്യാതെ നിങ്ങൾ ട്രേഡിങ്ങിലേക്ക് വരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻ്റർവ്യൂവിന് പോകുന്ന കോഴ്സ് നിങ്ങൾ ക്യാൻസൽ ചെയ്ത് നിങ്ങൾ ട്രേഡിങ്ങിൽ അല്ലെ ചാർട്ടിൻ്റെ ഫ്രണ്ടിൽ ഫുൾ ടൈം ഇരിക്കുന്നതിലൊന്നും ഒരു റീസണും ഇല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ ആസ് എ ട്രേഡർ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരിക്കലും അത് വളരില്ല. അപ്പം
എനിക്കിഷ്ടമാണ് ആക്ച്വലി. എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ കുറേ ട്രേഡേഴ്സ് ഉണ്ടാവണം നമ്മുടെ കേരളത്തിലായാലും നല്ല ട്രേഡേഴ്സ് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാര്യം എനിക്കറിയാം ഈ ഒരു ലോൺലി ഫീൽ. കാര്യം ഇപ്പം ഞാൻ ആകെ മിണ്ടുന്നത് ഞാൻ ലൈവ് ഇരുന്നാണ് ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ ആ സമയത്താണ് ആക്ച്വലി വേറൊരു ട്രേഡറിനോട് ഞാൻ സംസാരിക്കുന്നത്. അല്ലാത്ത സമയത്ത് ഞാൻ ഫുൾ ടൈം ഒറ്റയ്ക്കാണ് ഇവിടെ അവിടെയൊക്കെ നടക്കുന്നത്. അപ്പോൾ ഒരാൾ എൻ്റെ അടുത്തുണ്ടെങ്കിൽ, ഇപ്പം നമുക്കറിയാം പണ്ടൊക്കെ വിക്കി എൻ്റെ അടുത്തുണ്ടായിരുന്നു, അവൻ പോയി, ലൈക്ക് അങ്ങനെ വേറെ ആൾക്കാരുണ്ടെങ്കിൽ നമുക്കത് കുറേ കൂടെ ബെറ്ററാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യമാണ് കുറേ ട്രേഡേഴ്സിനെ ബിൽഡ് ചെയ്യണമെന്നുള്ളൊരു സംഭവം, ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ അതുകൊണ്ട് തന്നെ ഇതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി ബെറ്റർ ആയാൽ മതി. അതിനകത്ത് അല്ലാതെ വേറെ പ്രത്യേകിച്ചൊരു കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു അർജൻസി ക്രിയേറ്റ് ചെയ്യാണ് പല ആൾക്കാരിലും. അതാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പെട്ടെന്നാവണം, പെട്ടെന്ന് വേണം. ഇതൊരു ജോലി പോലെ അല്ല. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കുക. ഒരു ജോലി ചെയ്താൽ നമ്മളിപ്പോൾ ഒരു സിലബസ് പഠിച്ചിട്ട് ആ സിലബസിനകത്തുള്ള കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ് ദ എൻഡ് ഓഫ് ദി മന്ത് നമുക്ക് അതിൻ്റെ സാലറി ക്രെഡിറ്റ് ആവും. പക്ഷേ അതേപോലെ അല്ല ആക്ച്വലി ട്രേഡിങ് വർക്കാവുന്നത്. നിങ്ങൾ എത്ര തിയറിറ്റിക്കലി സിലബസ് പോലെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാലും ഒരു ദിവസത്തെ നിങ്ങളുടെ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ മൈൻഡ് ഓക്കെ അല്ലാത്തൊരു സാഹചര്യം കൊണ്ടോ നിങ്ങൾ ഇത്രയും നാളും ബിൽഡ് ചെയ്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് കളയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വർക്കൗട്ട് ചെയ്യേണ്ട വേറെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങളുടെ ഡിസിപ്ലിന്, നിങ്ങളുടെ കൺസിസ്റ്റൻസി, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ബിൽഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് ട്രേഡിങ്ങിലേക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഫുൾ ടൈമിലേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാം, അപ്പം ഞാൻ തുടങ്ങിയ സമയത്ത് ഇതെല്ലാം അല്ല, ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്തിട്ടല്ല ട്രേഡിങ്ങിലേക്ക് ഫുൾ ടൈമായിട്ട് ഇരിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങി വന്നത്. അതുകൊണ്ടാണ് എനിക്കിതെല്ലാം അറിയാവുന്നത്. ഇതെല്ലാം കറക്റ്റായിട്ട് സ്റ്റാക്ഡ് ഫോമിൽ വന്നായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് കുറേ ടൈം അവിടെ ലാഭിക്കായിരുന്നു, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാമായിരുന്നു എന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഞാൻ കുറേ കഷ്ടപ്പെട്ടു, ഞാനെന്നല്ല വേറെ കുറേ പേരെ എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾക്ക് നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് നല്ലൊരു അക്കാദമിക് ഉണ്ടെങ്കിൽ നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യുക. ചില ആൾക്കാർ പിന്നെ അടുത്ത് പറയുന്നൊരു കാര്യമാണ്, ഡിഗ്രിയൊക്കെ വെറും ഷിറ്റാണ്, ഇതൊക്കെ മെട്രിക്സ് ആണ്, ഇതിൻ്റെ ആവശ്യമില്ല എന്നുള്ളത്. ഈ പറയുന്ന ആൾക്കാർ അച്ഛനും അമ്മയും ഡിഗ്രി പഠിച്ചിട്ടാണ് അവരെ ഈ ഒരു ലെവലിൽ എത്തിയതെന്ന് വേണേൽ പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ പർട്ടിക്കുലർ സംഭവം. ഒരു സാധനത്തിനെ വെറുക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, ചെയ്ത് അതിൽ നിന്ന് വെളിയിൽ കിടക്കാം എന്നതാണ് ചിന്തിക്കേണ്ടത്. ഇപ്പം ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് അവർ ചെയ്തോട്ടെ, അതിൽ കംഫർട്ടബിൾ ആണെങ്കിൽ. ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ അതിൽ കംഫർട്ടബിൾ ആണെങ്കിൽ അത് ചെയ്തോട്ടെ. അപ്പോൾ ഏറ്റവും കംഫർട്ടബിളായിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതുള്ളൂ. സോ ദാറ്റ്സ് ഓൾ ഇറ്റ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരിക്കലും ട്രേഡിങ് നിങ്ങൾക്ക് കരിയറായിട്ട് ചൂസ് ചെയ്യാൻ പറ്റില്ല എന്നോ അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. ഡോണ്ട് ഗെറ്റ് മീ റോങ്. നിങ്ങൾക്ക് അതിൻ്റെ ഒരു ക്ലിയർ പാത്തിലേക്ക് എത്തിപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്യേണ്ടതാണ് ബെറ്റർ. സോ ഫോക്കസ് ഓൺ നിങ്ങളിപ്പോൾ എന്താണോ ചെയ്യുന്നത് അത് ഫോക്കസ് ചെയ്യുക. എൻ്റെ കൂട്ടത്തിൽ ട്രേഡിങ് കൊണ്ടുപോകാൻ പറ്റും. ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓൾ ഡേ ഇരിക്കേണ്ട ആവശ്യമില്ല. ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരാഴ്ച ഫുൾ ഇരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഓപ്പണായിട്ട് ഒരു അരമണിക്കൂർ മതി, അരമണിക്കൂറിൻ്റെ ആവശ്യമുള്ളൂ. അരമണിക്കൂർ നിങ്ങൾ മാർക്കറ്റിൽ ഇരിക്കുക, സാധനങ്ങൾ നോക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്യുക, ടൈമുകൾ നോട്ട് ചെയ്യുക, ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ അരമണിക്കൂർ മതി എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു കാര്യമുണ്ട്. നിങ്ങളൊരു കാര്യം അരമണിക്കൂർ അല്ല 1 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത്, അത് തെറ്റായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒരു ദിവസം എന്നുള്ളത് അല്ലെ ഒരു ദിവസത്തിൽ 1 മണിക്കൂർ എന്നുള്ളത് 24 മണിക്കൂർ കൊടുത്തെന്ന് പറഞ്ഞാലും അങ്ങനെ ഒരു 5 വർഷം കൊടുത്തെന്ന് പറഞ്ഞാലും നിങ്ങൾ അതിനകത്ത് സക്സസ് ആവാൻ പോകുന്നില്ല. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾ ചെയ്യുന്ന കാര്യം കറക്റ്റ് ആവണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ടൈം കുറേ ലാഭിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിലാണ് ഞാൻ ഈ പറഞ്ഞ അരമണിക്കൂർ അല്ലെ 1 മണിക്കൂർ ഒരു ദിവസം. 1 മണിക്കൂറൊന്നും വേണ്ട, 1 മണിക്കൂറൊക്കെ ഭയങ്കര കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നത്. ലേണിംഗ് ടൈമിൽ കൊടുത്താൽ മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾ ട്രേഡ് എടുക്കാൻ വരുമ്പോൾ 10 to 15 to 20 മിനിറ്റൊക്കെയാണ് മാക്സിമം എൻ്റെ ട്രേഡ് റൺ ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ വേണം ആക്ച്വലി ട്രേഡിങ്ങിനെ അപ്രോച്ച് ചെയ്യാം. നമ്മൾ ലെസ് എഫേർട്ട് എത്രത്തോളം ഇടുന്നു അതിനനുസരിച്ചായിരിക്കും നമുക്കിതിനകത്ത് റിസൾട്ട് വരുന്നത്. ലെസ് എഫേർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്, സ്മാർട്ട് വർക്കാണ്, ഹാർഡ് വർക്കിനേക്കാൾ ഉപരി. അങ്ങനെയാണ് ലെസ് എഫേർട്ട് എന്ന് ഉദ്ദേശിച്ചത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പാത്ത് കറക്റ്റ് ആണോ എന്നുള്ളതാണ് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെക്ക് ചെയ്യേണ്ടത്. നിങ്ങൾ ലേൺ ചെയ്യുന്ന സാധനം കറക്റ്റ് ആണോ, നിങ്ങളുടെ സോഴ്സ് കറക്റ്റ് ആണോ, നിങ്ങൾ പോകുന്ന പാത്ത് കറക്റ്റ് ആണോ, നിങ്ങളുടെ ഏജ് എന്താണ്, നിങ്ങൾ ഏത് കാറ്റഗറി പെടുന്ന ആൾക്കാരാണ്, നിങ്ങൾക്ക് അത്രത്തോളം റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഈ സമയത്ത് നിങ്ങൾ ഏതാണ് ഏറ്റവും കൂടുതൽ ടേക്ക് കെയർ ചെയ്യേണ്ടത്. ഇപ്പോൾ ട്രേഡിംഗ് എന്ന് പറഞ്ഞ് കുത്തിപ്പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന ബെനിഫിറ്റ് അതേപോലെ തന്നെ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുക. സോ അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കുക. പിന്നെ ഇപ്പോഴും നിങ്ങൾ ട്രേഡിങ്ങിൽ പ്രോഫിറ്റബിൾ അല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഞാൻ ഓപ്പണായിട്ടൊരു കാര്യം പറയാം, നിങ്ങൾക്ക് ഏറ്റവും ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഗെറ്റ് എ ജോബ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എനി സോഴ്സ് ഓഫ് ഇൻകം, ജോബ് എന്നുള്ള രീതിയല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സ്കില്ലുണ്ടെങ്കിൽ ഫ്രീലാൻസിങ് ആയിട്ട് നിങ്ങൾക്ക് വേണം ചെയ്യാം. ഫോട്ടോ എഡിറ്റിംഗ് സ്കില്ലുണ്ടെങ്കിൽ, വീഡിയോ എഡിറ്റിംഗ് സ്കില്ലുണ്ടെങ്കിൽ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും.
ഇപ്പം നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ ലിവറേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം നമുക്കിപ്പം ചെറിയൊരു ഐഡിയ ഉണ്ടെങ്കിൽ പോലും നമുക്ക് നല്ല രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ നമുക്കുണ്ട്. കാര്യം ഞാൻ പറയുന്നത് AI ടൂൾസിനെ പറ്റിയാണ്. നമുക്കിപ്പോൾ ChatGPT പോലുള്ള ചാറ്റ് ബോട്ടുകളെയൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ പണിയെടുപ്പിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞത് ഒരു ടീം വർക്ക്. ഇപ്പം നിങ്ങൾക്കൊരു ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്കിപ്പം ഒരു തംബ്നെയിൽ ബിൽഡ് ചെയ്യണമെങ്കിൽ ഒരാളെ ഏൽപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ChatGPT പറഞ്ഞാൽ മതി, പറഞ്ഞ് മനസ്സിലായി. ഇപ്പോൾ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ എനിക്ക് അതിൻ്റെ ഒരു കണ്ടൻറ്റ് കൊടുത്തതിന് ശേഷം അതിൻ്റെ ക്ലിയർ നോട്ടായിട്ട് എനിക്ക് കിട്ടും. അപ്പോൾ ഇത്രയും വലിയ ലിവറേജ്ഡ് ആയിട്ടുള്ളൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലിവറേജ് എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ ഇത്രയേ ഉള്ളൂ. അതായത് ഒരു ട്രേഡിങ് ചെയ്യുന്ന ഒരാൾ സെറ്റപ്പ് ഉണ്ടെങ്കിൽ ആ സെറ്റപ്പ് എന്ന് പറയുന്നത് അയാളുടെ ഒരു ലിവറേജാണ്. കാര്യം നമ്മുടെ ഒരു വർക്കിനെ ഈസി ആക്കുന്ന ഒരു സാധനം, അല്ലെങ്കിൽ കുറച്ചുകൂടെ പ്ലസ് ആക്കുന്ന ഒരു സാധനത്തിനാണ് നമ്മൾ ലിവറേജ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സ്കില്ലുണ്ടെങ്കിൽ അത് ഈ പറയുന്ന AI വെച്ചിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ എപ്പോഴും ബെറ്ററാണ്. നിങ്ങളാരും ചിന്തിക്കുന്ന പോലെ ഒരിക്കലും ഹ്യൂമൻസിനെ ഒന്നും AI ബീറ്റ് ചെയ്യാൻ പോകുന്നില്ല. കാര്യം നമുക്കുള്ള ഏറ്റവും വലിയൊരു കഴിവെന്ന് പറയുന്നത് ചിന്തിച്ചെടുക്കുക. ഒന്നുമില്ലാത്തതിൽ നിന്ന് വരെ നമുക്ക് ഓരോ കാര്യങ്ങൾ ചിന്തിച്ചെടുക്കാൻ പറ്റും. പക്ഷേ AI ഒക്കെ വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത് ഡേറ്റാബേസ് വെച്ചിട്ടാണ്, പ്രീവിയസ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ഡേറ്റ വെച്ചിട്ട് അത് ഡിറ്റർമൈൻ ചെയ്തിട്ടൊക്കെയാണ്. അല്ലാതെ പുതിയൊരു സാധനത്തെ ഇൻവെൻറ്റ് ചെയ്യാൻ ഒരിക്കലും മെഷീൻ ലേണിങ്ങിന് പറ്റത്തില്ല. ആസ് ഓഫ് നൗ ഇപ്പോൾ ഉള്ള നോളജ് വെച്ച് നോക്കുക, ഇപ്പോൾ ഉള്ള ഫിസിക്സിനും ഇപ്പോൾ ഉള്ള സയൻസിനും പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒരിക്കലും ചിന്തിക്കരുത്. ഇപ്പം കുറേ ആൾക്കാർ ചിന്തിക്കുന്നു AI വന്നു അതുകൊണ്ട് ഇനി ജോബൊന്നും ചെയ്തിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ എല്ലാം AI റീപ്ലേസ് ആവാൻ പോകണം. അങ്ങനെയൊന്നും അല്ല. നിങ്ങളുടെ ജോബിൽ നിങ്ങൾക്ക് AI യൂസ് ചെയ്ത് കുറേയും കൂടെ പെർഫോം ചെയ്യാൻ പറ്റും. ഇപ്പം ശരിയാണ്, IT സെക്ടറിലൊക്കെ നോക്കുവാണെങ്കിൽ ഭയങ്കര രീതിയിൽ അൺഎംപ്ലോയ്മെൻറ്റ് കൂടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ലുണ്ടല്ലോ, ആ സ്കില്ല് യൂസ് ചെയ്ത് AI കൂടെ മേർജ് ചെയ്തിട്ട് ഈ AI-നെ ഒരു ലിവറേജ് ആയിട്ട് യൂസ് ചെയ്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. സോ അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുക. ഉടനെ നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിച്ച് വേറെ രീതിയിലേക്ക് മാറുന്നതിനേക്കാളുപരി അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം. ഇപ്പോൾ ട്രേഡിങ്ങിലായാലും AI അല്ലെങ്കിൽ ഈ പറയുന്ന സംഭവങ്ങൾ വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാം. ഞാനിപ്പോൾ ഇതുവരെയായിട്ടും AI-ലോട്ടോ അല്ലെങ്കിൽ ഓട്ടോമേഷനിലോട്ടോ ഒന്നും ഞാനിപ്പോഴും ഇറങ്ങിയിട്ടില്ല. ഞാൻ അതിൻ്റെ ഉള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം എൻ്റെ സെറ്റപ്പ് ഞാനൊന്ന് ഓട്ടോമേറ്റ് ചെയ്താലോ എന്നുള്ളൊരു കാര്യത്തെപ്പറ്റി അതിൽ കുറേയേറെ റിസ്ക് ഫാക്ടേഴ്സ് എനിക്കുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ ഹ്യൂമൻലി ബീറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് ഞാൻ നോക്കുന്നത്. കാര്യം എൻ്റെ സെറ്റപ്പിന് കുറേ കൂടെയൊക്കെ ലോജിക്കൽ ഫാക്ടേഴ്സ്, ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ AI cannot replace എന്ന് പറഞ്ഞ സംഭവമില്ലേ, അപ്പോൾ ആ ഒരു സാധനങ്ങൾ എൻ്റെ സെറ്റപ്പിൽ കുറേ രീതിയിലുണ്ട്, ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് ആ ഒരു സിസ്റ്റത്തെ, ആ ഒരു സാധനത്തെ ടാക്കിൾ ചെയ്യുക എന്നുള്ളതാണ് ഞാനിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാ കാര്യത്തിലും നമ്മൾ ഓരോ കാര്യത്തിലും അപ്ഗ്രേഡ് കൊണ്ടുവരുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ നമുക്കുള്ളതിനനുസരിച്ച്, അവൈലബിലിറ്റി അനുസരിച്ച് അപ്ഗ്രേഡ് കൊണ്ടുവരിക എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യം. സോ നിങ്ങൾ ഏത് ഏജ് ഗ്രൂപ്പിലാണെന്നുള്ളത് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഞാൻ ഒരിക്കലും ഡിസ്കറേജ് ചെയ്യല്ല. ട്രേഡിങ് ഈസ് ഗുഡ്, ട്രേഡിങ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് വേണേൽ പറയാം. പക്ഷേ നിങ്ങളതിനെ അപ്രോച്ച് ചെയ്യുക, നിങ്ങളിതിൻ്റെ റോങ് സൈഡ് കൂടെ മനസ്സിലാക്കിയിട്ട് നിങ്ങളിതിനകത്ത് ഇരിക്കുക. എങ്കിൽ നിങ്ങൾക്ക് അവെയർ ആയിട്ടിരിക്കാൻ പറ്റും, കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇതൊരിക്കലും ഹറിബറിയായിട്ട് ചെയ്യേണ്ട കാര്യമല്ല, അതാദ്യം മനസ്സിലാക്കുക. ഇതിങ്ങനെ ഇപ്പം ചില ആൾക്കാർ ഈ കോഴ്സിൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ 3 മാസം 4 മാസം കൊണ്ട് നിങ്ങളെ പ്രോഫിറ്റബിൾ ട്രേഡർ ആക്കാമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലൊരു സബ് കോൺഷ്യസ്ലി ഒരു ചിന്ത വരികയാണ്. ഇപ്പം നിങ്ങളങ്ങനെ പ്രോഫിറ്റബിൾ ആയില്ലെങ്കിൽ അയ്യോ എനിക്ക് പറ്റുമോ, അല്ലെങ്കിൽ ഇതൊക്കെ വർക്കാവുമോ എന്നുള്ള ചിന്താഗതി വരുവാണ് ഇങ്ങനെ. അങ്ങനെയുള്ള ഒരു ചിന്തയിലാണ് പിന്നീട് നിങ്ങൾ മാർക്കറ്റിലോട്ട് പോകുന്നത്. അതൊക്കെയാണ് ഇതിനകത്തൊരു കുഴപ്പം. അപ്പം ലേൺ ടു ഫിൽട്ടർ, കറക്റ്റായിട്ട് ഫിൽട്ടർ ചെയ്യാനായിട്ട് പഠിക്കുക. ഇവിടെ എന്താണ് കറക്റ്റ് എന്താണ് റോങ് എന്നുള്ള രീതിയിൽ ജസ്റ്റ് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കാമെന്നുള്ളതേ ഉള്ളൂ. ഇത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. ജസ്റ്റ് നിങ്ങളൊരു പ്രോബബിലിറ്റി പറ്റി മനസ്സിലാക്കുക. എന്താണ് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 1 മന്തെങ്കിലും നിങ്ങൾ മാർക്കറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുക എന്താണ് ഇവിടെ, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ. സോ അതുകൊണ്ട് തന്നെ അത്രയുള്ള എനിക്ക് പറയാൻ. ഇനിയുണ്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ച് മുമ്പോട്ട് പോയി. AI പറ്റി പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുറേ ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട് ട്രേഡിങ്ങിനെ റീപ്ലേസ് ചെയ്യുമോ അല്ലെങ്കിൽ ഹ്യൂമൻസിനെ റീപ്ലേസ് ചെയ്യുമോ AI വെച്ചിട്ട് ട്രേഡിങ്ങിൽ എന്നുള്ളത്. അതിനെപ്പറ്റി വേണമെങ്കിൽ വേറൊരു വീഡിയോയിൽ ഞാൻ സംസാരിക്കാം, വേണമെങ്കിൽ പറഞ്ഞാൽ മതി, എൻ്റെ നോളജ് വെച്ചിട്ട്. സോ ഐ ഹോപ്പ് കുറേയൊക്കെ കാര്യങ്ങൾ ഹെൽപ്പായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ, സി യു.